SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം സഹകരണ, തുറമുഖ, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നതിന് അവർക്ക് ഹൈസ്കൂൾ തലത്തിൽ കരിയർ ഗൈഡൻസ് നൽകണമെന്നും കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി അതനുസരിച്ച് വേണം അവർക്ക് തുടർ പഠനം സാധ്യമാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. അതിന് എല്ലാ അർത്ഥത്തിലും വരെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകർ വലിയ രൂപത്തിൽ അഭിനന്ദനം അറിയിക്കുന്നവരാണ്. അധ്യാപകർ കുട്ടികളെ അതിന് പ്രാപ്തരാക്കിയെടുക്കുന്ന പ്രക്രിയയിൽ കഠിനാധ്വാനം ചെയ്യുന്ന പോലെ തന്നെ രക്ഷകർത്താക്കളുടെ നല്ല ശ്രമങ്ങളുണ്ട്. ചില അമ്മമാരൊക്കെ കുട്ടികൾ എത്ര ഉറക്കളയ്ക്കുന്നു അത്രയും അമ്മമാരും ഉറക്കളയ്ക്കുന്ന വീടുകളുണ്ട്. ചില കാരണവന്മാർ അങ്ങനെ മാതാപിതാക്കൾ കൂടി അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഈ അനുമോദനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കി A+ നേടി അവരെല്ലാം നാളുകളിൽ പുതിയ തലങ്ങളിലേക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കിയവരെല്ലാം +1ലേക്കും അതേസമയത്ത് +2വിൽ നിന്ന് ഉന്നത വിജയ ശതമാനം കരസ്ഥമാക്കിയവരെല്ലാം വിവിധങ്ങളായ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും അത് ഡിഗ്രി ആവാം, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആവാം, അല്ലെങ്കിൽ 5 വർഷത്തെ LLB കോഴ്സാവാം, അതല്ലെങ്കിൽ വിദേശ നാടുകളിൽ പോയി പുതിയ തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ചേക്കേറുന്ന രൂപമാകാം. ഇങ്ങനെ നാനാതരത്തിലുള്ള രൂപത്തിലേക്കാണ് അത്തരം വിദ്യാർത്ഥികളെല്ലാം നാളുകളിൽ പോവുക. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെ മന്ത്രി മെമന്റോ നൽകി ആദരിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആൻസ് വർഗീസ്, ജെയിംസ് കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, വാർഡ് മെമ്പർ ബേബിനാസ് അജാസ്, സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ജോൺ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനി ജോസഫ് സ്വാഗതവും സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ചെറിയൻ ജോബ് നന്ദിയും പറഞ്ഞു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.